അണുവായുധമടക്കം സ്വന്തമായുള്ള ശക്തമായ സൈന്യം, വർഗീയതയിൽ ഒറ്റ മനസ്സോടെ നീങ്ങുന്ന കരുത്തുറ്റ സർക്കാർ, വംശഹത്യയിലെ ഊക്ക്, വൻശക്തി രാജ്യങ്ങളുടെ ഉറച്ച പിന്തുണ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേൽ സർക്കാരിന് ഒരു മാധ്യമ സ്ഥാപനത്തെ പേടിയാണ്. അങ്ങനെ അവർ അൽ ജസീറ പൂട്ടി. ഇസ്രായേലിലെ ഓഫീസും ഉപകരണങ്ങളും ജീവനക്കാരുടെ മൊബൈലും ലാപ്ടോപ്പും എല്ലാം പിടിച്ചെടുത്തു. മാധ്യമങ്ങളെ നിരോധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഇസ്രായേൽ പാർലമെൻറ്റായ കെനസെറ്റ് ഏപ്രിലിൽ പാസാക്കിയിരുന്നു. മെയ് 5 അൽ ജസീറയ്ക്ക് വിലങ്ങിട്ടു. അവിടെ നിന്ന് മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത അവസാന വാർത്ത റിപ്പോർട്ടർ ഇമ്രാൻ ഖാനിലൂടെ അൽ ജസീറ കേൾപ്പിച്ചു. ഈ റിപ്പോർട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ അതിനർത്ഥം ഇസ്രായേലിൽ ഈ ചാനൽ നിരോധിച്ചു എന്നാണ്. If you're watching this pre-recorded report, then Al Jazeera has been banned in the territory of Israel. On April the 1st, the Knesset, the Israeli parliament, passed a law that allowed the Prime Minister to ban Al Jazeera law. They've banned our website, including anything that has the option of entering or accessing. ഇതിന് 2 ദിവസം മുൻപാണ് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തിറക്കിയത്. മാധ്യമ സ്വാതന്ത്ര്യം നന്നേ കുറഞ്ഞ ഇസ്രായേലിൽ ഒക്ടോബർ 7 ശേഷം മാത്രം 100-ലേറെ മാധ്യമ പ്രവർത്തകരെ സൈന്യം കൊന്നു. മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും പ്രത്യേകം നോട്ടമിട്ട് കൊല്ലുന്ന രാജ്യമാണ് ഇസ്രായേൽ. 7 മാസങ്ങൾക്കിടെ അൽ ജസീറയുടെ 50-ലേറെ റിപ്പോർട്ടർമാരെയും ക്യാമറാമാൻമാരെയും കൊന്നു. മാധ്യമ പ്രവർത്തകരുടെ കുടുംബങ്ങളെയും. Especially those who live abroad, thinking that there could be a safe place. കുടുംബത്തെ യുദ്ധമുഖത്തു നിന്ന് മാറ്റിയ ശേഷം ജോലിക്കെത്തിയ ബ്യൂറോ ചീഫ് കേട്ടത് ഭാര്യയും 3 മക്കളും കൊല്ലപ്പെട്ട വാർത്തയാണ്. അൽ ജസീറ ലേഖകൻ മോമിൻ അൽ ഷറാഫിയുടെ കുടുംബത്തിലെ 21 പേർ കൊല്ലപ്പെട്ടു. Well, as we just heard, Al Jazeera correspondent Momin al-Sharafi has lost several members of his family in Israeli airstrikes on Gaza's Jabalia refugee camp. Al-Sharafi lost his mother and father along with his siblings, nieces and nephews. ജേർണലിസ്റ്റുകളെ കൂടാതെ അൽ ജസീറയുടെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറും ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരിൽ പെടും. ഇസ്രായേൽ സിവിലിയന്മാരെ ലക്ഷ്യമിട്ടപ്പോൾ സ്വാഭാവികമായി കൊല്ലപ്പെട്ടതല്ല ഇവർ. ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ നോട്ടമിട്ടിരുന്നു. സാമിർ അബൂദഖയെ പോലെ കഴിവുകൊണ്ടും ആർദ്രത കൊണ്ടും ജനമനസ്സ് പിടിച്ചവരെ, സമർപ്പിത മനസ്സോടെ റിപ്പോർട്ടിംഗ് തുടർന്നവരെ എല്ലാം ഉന്നമിട്ട് കൊന്നു. ചിലപ്പോൾ അവരുടെ കുടുംബങ്ങളെയും. ഗസയിൽ മാത്രം 108 ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ കൊന്നു. ഭൂമിയിൽ ജേർണലിസ്റ്റുകൾക്ക് ഏറ്റവും അപകടകരമായ ഇടമെന്നാണ് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ഫലസ്തീനെ വിശേഷിപ്പിക്കുന്നത്. 2017 അന്നും ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന നെതന്യാഹു അൽ ജസീറയോടുള്ള പക വ്യക്തമാക്കിയിരുന്നു. ജെറൂസലം ഓഫീസ് അടപ്പിക്കും എന്നായിരുന്നു അന്ന് ഭീഷണി. 2022 അൽ ജസീറ റിപ്പോർട്ടർ ഷിറീൻ അബു ആക്ലയെ വധിച്ചു. ജനീൻ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേലി സേന റെയ്ഡ് ചെയ്തപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു. മനഃപൂർവ്വം കൊന്നതാണെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. 1 വർഷം കഴിഞ്ഞ് ഇസ്രായേൽ തന്നെ അക്കാര്യം സമ്മതിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സയനിസ്റ്റ് രാഷ്ട്രം മാധ്യമപ്രവർത്തകരെ കൊല്ലുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമ സ്ഥാപനം പൂട്ടുന്നത്? ഉത്തരം വ്യക്തമാണ്. തങ്ങൾ ചെയ്യുന്ന യുദ്ധക്കുറ്റങ്ങൾ ലോകമറിയുന്നത് അവർ ഭയക്കുന്നു. പുറത്തുള്ള ആരെയും ഗസയിലേക്ക് റിപ്പോർട്ടിങ്ങിന് അനുവദിക്കുന്നില്ല. അകത്തുള്ളവരെ കൊന്ന് തീർക്കുകയും ചെയ്യുന്നു. നിർഭയരായി വാർത്ത ചെയ്യുന്ന 100-ലേറെ പേരെ ഇതിനകം കൊന്നു. അനേകം പേരെ മുറിവേൽപ്പിച്ചു. എന്നിട്ടും ഈ മാധ്യമ പ്രവർത്തകർ ജോലി തുടരുന്നു, മരണത്തെ പോലും ഭയക്കാതെ. 2021 ഗസയിലെ അൽ ജസീറ ഓഫീസ് കെട്ടിടം ഇസ്രായേൽ തകർത്തിരുന്നു. പക്ഷേ അൽ ജസീറ അടങ്ങിയില്ല. അവർ മുൻപത്തേക്കാൾ കരുത്തോടെ ജോലി തുടരുന്നു. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ വ്യാജ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കുമ്പോൾ ലോകം സത്യമറിയാൻ അൽ ജസീറ നോക്കി, അതിലെ റിപ്പോർട്ടർമാരെ കേട്ടു. അതുകൊണ്ട് ഇസ്രായേൽ ചാനൽ പൂട്ടി. Throughout the war on Gaza, Al Jazeera has documented more than 50 attacks against its journalists. Here are just some of them. In October, several family members of Al Jazeera's Gaza bureau chief, Wael al-Dardou, were killed. An Israeli airstrike killed his wife, 15-year-old son, 7-year-old daughter, and 1-year-old grandson. That same month, an Israeli strike killed 19 members of an Al Jazeera broadcast engineer's family. Mohammed Abu Qamsan's family was sheltering in the Jabalia refugee camp. അൽ ജസീറ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് തടസ്സമാണെന്ന്
മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഹമാസ് പക്ഷപാതിത്വം ആരോപിച്ച് അതിനെ നിരോധിച്ചത്. സയനിസ്റ്റ് സർക്കാരിൻ്റെ യഥാർത്ഥ പ്രശ്നം അൽ ജസീറയുടെ പക്ഷപാതിത്വമല്ല, മറിച്ച് അതിൻ്റെ പക്ഷപാതിത്വമില്ലായ്മയാണ്. മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗം മാത്രം കേൾപ്പിക്കുമ്പോൾ അൽ ജസീറ ഫലസ്തീൻ്റെ പക്ഷം കൂടി പറയുന്നു. ഇസ്രായേലി ജേർണലിസ്റ്റും ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിലെ കോളമിസ്റ്റുമായ ഗിഡിയൻ ലീവി ചാനൽ നിരോധനത്തെ നാണക്കേടെന്ന് വിളിക്കുന്നു. Gideon Levy is a columnist at the Israeli newspaper Haaretz. You're joining us from Tel Aviv, Gideon. Your reaction to the shutdown by the Israeli government of Al Jazeera in Israel? What a shame. What a shame to be an Israeli and an Israeli journalist on such a day. What a shame to be an Israeli when my country is closing down such important networks like Al Jazeera English and Al Jazeera Arabic only because some politicians do not like what's being informed there. മറ്റ് മാധ്യമങ്ങൾ കാണിക്കാത്ത നേർക്കാഴ്ചകൾ ലോകത്തിന് നൽകിക്കൊണ്ട് അൽ ജസീറ ഇസ്രായേലിനെ അലോസരപ്പെടുത്തി. സിവിലിയൻ പ്രദേശങ്ങൾ പാടെ തകർത്തത്, മനുഷ്യരെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയത്, വംശഹത്യ, കുട്ടികളെ കൊന്നൊടുക്കിയത്, അനേകം യുദ്ധക്കുറ്റങ്ങളുടെ തെളിവുകളാണ് അൽ ജസീറ വാർത്തകൾ. വാർത്തകൾ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് പരുവപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നു. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇസ്രായേലി സൈന്യം നൽകുന്നതും സൈന്യത്തിൻ്റെ സെൻസറിലൂടെ വന്നതുമായ വാർത്തകളെ കൊടുക്കൂ. അതെല്ലാം ഏകപക്ഷീയമാണ്. ഭാഷയിൽ, തലക്കെട്ടിൽ, പടങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ, അവതരണത്തിൽ എല്ലാം. ന്യൂയോർക്ക് ടൈംസ് പോലുള്ളവയുടെ ഇസ്രായേലി ചായ്വ് ഇസ്രായേലാണ് കൊന്നത് എന്ന് പറയാതിരിക്കുന്ന ശൈലി, ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഫലസ്തീനികൾ വെറുതെ മരിക്കുകയും ചെയ്യുന്ന അത്ഭുതം, സ്വന്തം ലേഖകരില്ലാതിരിക്കെ ഇസ്രായേലി ഭാഷ്യം യഥാർത്ഥ വാർത്തയെന്ന രീതിയിൽ അവതരിപ്പിച്ചത്, തലക്കെട്ടടക്കം ഇസ്രായേലി താൽപ്പര്യത്തിനൊത്ത് മാറ്റിക്കൊണ്ടിരുന്നത്, ചർച്ചിലിട്ട ബോംബിനെ വെറും പൊട്ടിത്തെറിയാക്കിയത്, ഫലസ്തീൻകാരുടെ യാതന കാട്ടി ഇസ്രായേലി ദുരിതമായി വിശേഷിപ്പിച്ചത്, ഇസ്രായേലി സൈന്യം തുരുതുര ഇറക്കിക്കൊണ്ടിരുന്ന നുണക്കഥകൾ പരിശോധനയോ സംശയമോ ഇല്ലാതെ വാർത്തയാക്കിയത്, വംശഹത്യക്ക് വരെ ആഹ്വാനം ചെയ്തത്, അമേരിക്കൻ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രോഷമുയർന്നപ്പോൾ അതിനെ സെമിറ്റിക് വിരുദ്ധതയാക്കി ചിത്രീകരിച്ചത്, ഇത്തരത്തിലുള്ള അസംഖ്യം കള്ളങ്ങളെപ്പറ്റി നമ്മൾ മീഡിയ സ്കാനിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലി യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഹസ്ബറ എന്ന പേരിലുള്ള അവരുടെ പ്രോപ്പഗൻഡ സംവിധാനങ്ങളും. അറിഞ്ഞോ അറിയാതെയോ മറ്റു മാധ്യമങ്ങൾ ഹസ്ബറയുടെ ഉച്ചഭാഷിണിയായി. പക്ഷേ അൽ ജസീറ വസ്തുതാ പരിശോധന നടത്തി നെല്ലും പതിരും വേർതിരിച്ചു. ഇസ്രായേലി പ്രചാരണം പൊളിച്ചു. A stage event designed for the purposes of public relations. The fact is that they actually did more than one take in order to get the perfect shot of this Palestinian man surrendering. And this man wasn't even a Hamas fighter. He ran an aluminium workshop, right? So there's no evidence that he was even a Hamas fighter. The fact that they asked him to do it more than once, this take was obviously clearly for the media. It's not the first time Israeli efforts at propaganda have failed. Another similar alleged scene of his surrender also stirred controversy. The Israeli army claimed these images show Hamas suspects surrendering themselves to Israeli troops. ആശുപത്രി കലണ്ടറിലെ ദിവസപ്പേരുകൾ കാട്ടി ഹമാസുകാരുടെ പേരും പരിപാടികളും ഇതാ ആശുപത്രിയിൽ എന്ന് വരെ ഇസ്രായേലി സൈന്യം പറഞ്ഞപ്പോൾ അതത്രയും ഫാക്ട് ചെക്കിൽ പൊളിച്ചു അൽ ജസീറ. There is a list. There was also a video by Israeli military spokesman Daniel Hajari, where he claims a piece of paper on a wall in a Gaza hospital shows the names of Hamas members guarding Israeli captives. In the 7th of October, this is a Guardian list. സാക്ഷാൽ യുദ്ധത്തിന് സമാന്തരമായി ഒരു വാർത്താ യുദ്ധം നടക്കുന്നുണ്ട്. അതിൽ മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ഇസ്രായേലി പക്ഷത്താണ്. നേര് പറയാൻ കുറേ സമാന്തര ഓൺലൈൻ മാധ്യമങ്ങളും പിന്നെ അൽ ജസീറയുമാണ് ഉള്ളത്. വംശഹത്യയ്ക്ക് ന്യായമെന്നോണം ഹമാസിനെതിരെ ഇസ്രായേലി സൈനികർ ഇറക്കിയ വ്യാജം ന്യൂയോർക്ക് ടൈംസ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാക്കി അവതരിപ്പിച്ചപ്പോൾ അത് പൊളിച്ചു കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ. ടൈംസിൻ്റെ വിശ്വാസ്യത തകർക്കാൻ പോകുന്ന വ്യാജം വസ്തുനിഷ്ഠമായി തുറന്നു കാണിച്ച മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ അൽ ജസീറയുമുണ്ട്. സുദീർഘമായ ഒരു വീഡിയോയിലൂടെ ചാനൽ അത് സംശയാതീതമായി തെളിയിച്ചു.
The UN report relied largely on Israeli officials and first responders. It stated the visual evidence provided no tangible indications of rape, a conclusion supported by the I-Unit's own analysis of footage and photographs. എല്ലാം തുടങ്ങിയത് ഒക്ടോബർ 7 എന്ന കഥ മുതൽ ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളും പടുത്തുയർത്തിയ കള്ളക്കഥകൾ തകർന്നു. ഇന്ന് ഇസ്രായേൽ കേസുകൾ നേരിടുകയാണ്. Since Israel launched its assault on Gaza in October, many Western news outlets have seen their credibility take a hit, accused by audiences and staff members alike of succumbing to Israeli propaganda. That includes one of the world's best-known publications, The New York Times. പൊളിയുന്നത് മാധ്യമങ്ങളുടെ കഥ മാത്രമല്ല, ഇസ്രായേലിൻ്റെ നാരേറ്റീവുകളുമാണ്. ഒക്ടോബർ 7 മുൻപത്തെ അധിനിവേശ ഭീകരതകൾ ലോകം അറിയുന്നുണ്ടിന്ന്. 11 days that ended more than 60 young lives. The bomb landed and flattened everything. The powerful testimony of Palestinian families in Gaza as they remember their children killed during the Israeli bombing of May 2021. I remember him every minute and I dream of him coming back to me. 11 days in May, coming soon on Al Jazeera. പ്രചാരണ യുദ്ധം ഇസ്രായേലിന് ജയിക്കാനാകുന്നില്ല. അതിന് വലിയ അളവിൽ കാരണം അൽ ജസീറയാണ്. വെറുതെയല്ല ഭീകരായുധങ്ങളും വൻശക്തി പിന്തുണയും എല്ലാം ഉള്ള ഒരു രാജ്യം ഒരു മാധ്യമത്തെ പേടിക്കുന്നത്. വെറുതെയല്ല ഇസ്രായേൽ അൽ ജസീറയെ പൂട്ടിയത്. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക. mediaoneonline.com/programs/mediascan എന്നതാണ് വിലാസം. youtube.com/mediascan media1 news എന്ന വിലാസത്തിലും ലഭ്യമാണ്.